உன் தைரியம் எனக்கு பிடிச்சிருக்கு. പക്ഷേ ഈ കഥയുടെ ക്ലൈമാക്സ് ഞാൻ എഴുതും. ഈ പ്രാവശ്യം എന്താന്ന് പറ. ഏറ്റവും മുകളിൽ 3 ഡൈസ്. നമ്പർ 1. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ചൂതാട്ടത്തിൽ വിജയിക്കാനുള്ള രഹസ്യം എന്താണെന്നറിയാലോ? ഒന്ന് മാത്രം, ചൂത് കളിക്കരുത്. കാരണം അത് കളിയല്ല, കബളിപ്പിക്കലാണ്. നീ കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്റെ അച്ഛൻ ഈ കളി വെച്ചാണ് അവർ കൊന്നത്. ഇപ്രാവശ്യം എത്രയാണ്? 0. ഇത്തരം കളികൾ ഓരോ നിമിഷവും മരണക്കളിയാ. നീ ചിലപ്പം മരിച്ചു പോകാം. മരിക്കുന്നതിന് മുൻപ് എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ കൊന്നിരിക്കും. ഇതെന്റെ വാക്കാണ്. നടാഷ ഗോംസ്, ഗോവയിലെ അണ്ടർഗ്രൗണ്ട് കസിനോ പ്രൈഡിന്റെ റാണി. അവിടെ ഇല്ലീഗലി കോടിക്കണക്കിന് രൂപ ചൂത് കളിക്കുന്നവരുണ്ട്. നടാഷയുടെ സമ്മതമില്ലാതെ കസിനോയിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഓക്കെ, ഞാൻ തോറ്റുപോയി. നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ആ, മറക്കാതെ വീണ്ടും വരണം കേട്ടോ. പീറ്റർ, ടേബിൾ സെറ്റ് ചെയ്യ്. അത് കൊള്ളാം. ഇത്രയും പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്തോ? ശരിക്കുള്ളൊരു ഗ്യാംബ്ലറിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നടാഷ മാം, ആന്റണി വരുന്നുണ്ട്. ആന്റണി ഒരു ചുഴലിക്കാറ്റാണ്. അവൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കും. ഈ ചുഴലിക്കാറ്റിനെ തടഞ്ഞു നിർത്തിയേ പറ്റും. വേഗം വാ, നടാഷ മാം വിളിച്ചിരിക്കുക. തീർച്ചയായും ആന്റണിയെ കുറിച്ച് പറയാനായിരിക്കും. നടാഷ മാം, നിങ്ങൾ വിളിച്ചായിരുന്നോ? യെസ്, ആന്റണി വരുന്നുണ്ട്. അവന്റെ റെക്കോർഡ് വെറുതെ കസീനോ ജയിക്കുന്നത് മാത്രമല്ല, അത് നശിപ്പിക്കുന്നത് കൂടിയാ. ഇപ്രാവശ്യം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കസീനോ പ്രൈഡ്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. എന്നോടൊപ്പം നിങ്ങളും കൂടി അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആന്റണി വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകണം. ഇതിലുള്ള കാശ് നിങ്ങൾ എല്ലാവരും പങ്കിട്ടെടുത്തോളൂ. മാം എന്തിനാ പേടിക്കുന്നേ? ഇവിടെയുള്ള എല്ലാവരും നിങ്ങളൊപ്പം ഉണ്ട്. ഈ വരുന്ന ആന്റണി എത്ര വലിയ കളിക്കാരനായാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. യെസ് മാം, അവൻ പറഞ്ഞു ശരിയാ. കാസിനോ പ്രൈഡിൽ നല്ല നല്ല കളിക്കാരുണ്ട്. അവൻ നല്ലോണം കളിക്കും, ഞാൻ നല്ലോണം കളിക്കാറുണ്ട്. ഞങ്ങൾ കളിക്കാം. ആന്റണിക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യെസ് മാം. ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ് മാഡം. ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോവില്ല. പിന്നെ ഈ കാശ് ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എനിക്ക് കാശ് വേണം. എടാ ദ്രോഹി, നടാഷ മാമ നിന്നെ റോഡിനോടം വരെ എത്തിച്ചത്. നിനക്ക് കാശ് വേണോ അല്ലേ? അന്ന് നടാഷ മാം ഇല്ലായിരുന്നെങ്കിൽ അന്ന് റോഡരികിൽ നീ ചത്തു കിടന്നിരുന്നേനെ. ഹലോ, എനിക്ക് തോന്നുന്നു നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിനക്കൊരു ജോലി തരാം, നീ ചെയ്യൂ. പട്ടിയാണെങ്കിൽ പോലും നന്ദി ഉണ്ടാവൂടാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നിർത്ത്, മതി, വിട്ടേക്ക്. പീറ്റർ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ. നടാഷ മാം, നടാഷ മാം, അവൻ എത്തിക്കഴിഞ്ഞു. ആന്റണി, ഗോവ സിറ്റിയിലെ ഏറ്റവും പോപ്പുലറായ ഗാംബ്ലർ. ഇന്നുവരെ ആരുടെ മുന്നിലും അവൻ തോറ്റിട്ടില്ല. എല്ലാരും പറയുന്നത് അവൻ തന്റെ കൈകൊണ്ട് ചീട്ടെടുത്ത് കളിച്ചാൽ ഗെയിം മൊത്തം മാറി മറിയുമെന്നാണ്. കസിനോ അവനൊരു സ്ഥലം മാത്രമല്ല, മരണത്തിന്റെ മൈതാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം ഓവർ. വെൽക്കം സർ.
നിങ്ങൾ ഇന്ന് ഏത് ഗെയിമാ കളിക്കാൻ ആഗ്രഹിക്കുന്നത്? ബോസ് ചെറിയ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, വലിയ ഗെയിംസേ കളിക്കുള്ളൂ. നിങ്ങളുടെ ബോസിനെ വിളിക്ക്. ആന്റണി, വെൽക്കം ആന്റണി. വളരെ സന്തോഷം മീറ്റ് ചെയ്ത്. പറയ്, എവിടുന്നാ തുടങ്ങേണ്ടത്? I got my bags full. ഇത്രയ്ക്ക് കാശോ? ഗോവയിലെ ഫൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റനാണ് ധാര. പക്ഷെ കസിനോയിൽ ദിവസവും രാത്രി തോൽക്കുന്നത് പതിവാണ്. അവിടെ ചാമ്പ്യൻ, ഇവിടെ ലൂസർ. ഞങ്ങൾ തയ്യാറാണ്. അടിപൊളി അടിപൊളി അടിപൊളി. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. ഞാൻ എന്ത് செஞ்சாலும் கொஞ்சம் மாசா தான் செய்வேன். ஒருவேளை இந்த கேம்ல நீ தோத்துட்டா பிரைட்டா மால் மாதிரி இருக்கிற இந்த கேசினோ டல்லா மார்ச்சரி மாதிரி மாறிடும். എന്താടാ പിച്ചും പേയും പറയുന്നേ? അങ്ങനെ കാസിന് ക്ലോസ് ആയി പോയ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും? പറയെല്ലാവരും. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഒരുപക്ഷെ നീ തോറ്റുപോയാലോ? அப்படி தோத்துதா சரித்திரமே கிடையாது. നിർത്ത്, മതിയാക്ക്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് തമാശ കാണാനല്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യേ. അപ്പൊ അറിയാം ആരാ ജയിക്കുന്നേ ആരാ തോക്കുന്നേന്ന്. நீ ஸ்பாட்டர்ல இங்க யார் எப்படி விளையாடுறான்னு பாக்குறது தான் உன்னோட வேலை. பட் ஃப்ரம் நவ் I will be watching you. என் கூட போட்டி போட இங்க ஆம்பளைங்க யாராவது இருக்கீங்களா? இருக்கீங்களா? முதல்ல 3 கார்ட்ஸ்ல இருந்து ஆரம்பிப்போம். மினிமம் 20K. Unlimited meals, baby. ஓகேவா? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. Okay, let's start. പക്ഷെ അത് എങ്ങനെ ചക്കരേ? ഞാനിവിടെ ക്യാഷ് വെച്ചത് കണ്ടതല്ലേ? ഹണി ഹണി ഹണി, വേർ ഈസ് യുവർ മണി? ഇവിടെ കൊണ്ടുവാ. ഒരു സ്പോട്ടറിന്റെ ഏറ്റവും വലിയ ശത്രു കാൽക്കുലേഷൻ ആണ്. എല്ലാ കാർഡുകളുടെയും കണക്കും മനസ്സിലാകാതിരിക്കാൻ അവർ കാർഡുകൾ നന്നായി ഷഫിൾ ചെയ്യും. അവൻ ഒരു നല്ല പ്ലെയറാ, പക്ഷെ ഒരു നല്ല പ്ലെയറിനെ നല്ല സ്പോട്ടർ ആകാൻ പറ്റും. എന്റെ കർത്താവേ, എന്റെ കാർഡ് മോശം കാർഡാണല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ കാർഡും വന്നിരിക്കുന്നത്. ഇനി ധൈര്യമായി പണം ഇടാം. മൂന്ന് കാർഡും സെയിം കാസ്റ്റ്. പിടിച്ചാ എല്ലാം നമ്മുടെ സൈഡാ. എന്റെ 20,000, എന്റെയും 20,000. ഇനി നിന്റെ ടേൺ. அதுக்குள்ள என்ன அவசரம்? உன் கேர்ள் ஃப்ரெண்ட் ஓடி போயிட்டாளா என்ன? വെറുതെ സമയം കളയാതെ നിങ്ങൾ എത്ര പണം ഇടുമെന്ന് പറയേ. மொத்தமாவே எந்த சார் இது? எதுக்கு இப்படி மறைக்கிற? பேடிச்சு போய். இப்ப நான் என்ன சொல்ல வரேன்னா, விளையாடணும்னா பெருசா விளையாடணும். கமான் 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 கமான், வா 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 வா. நீயும் மொத்த பணத்தையும் வை. മനസ്സിലായോ? இதுக்கே നിങ്ങൾക്ക് புஸ் 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 புஸ்வான போலாயல் முதல் ஆட்டத்திலே பயந்துட்டீங்களா? இது நல்லா இருக்குல்ல? சரி, நான் விஷயத்துக்கு வரேன். என்கிட்ட நம்பர் 7ல 2 கார்டு இருக்கு. உங்க 2 பேர்கிட்டயும் என்னை விட பெட்டரான கார்டு இருக்கு. அப்புறம் உங்ககிட்ட ஒரே ஜாதியில 3 கார்டு இருக்கு. உங்ககிட்ட ஒரே நம்பர்ல 3 கார்டு இருக்கு. சர்ப்ரைஸ்! லவ் கார்டு. சேட்டா, என்னன்னு நினைச்ச? இந்த ட்ரிக்கால யாருக்கு என்ன கார்டு போகும்னு எனக்கு தெரியாதுன்னு நினைச்சியா? All details I know. ശരിക്കും നമ്മൾ അവന്റെ കയ്യിൽ പെട്ടോ? ഇനി ഈ കളി തുടരുന്നതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ആന്റണിയോട് കാർഡ് കാണിക്കാൻ പറയും, നമുക്ക് ജയിക്കാം. നിനക്ക് ഭ്രാന്താണോ?
എന്താ നീ ചെയ്യുന്നത്? ഏയ്, ഈ കളിയെക്കുറിച്ച് തെരുവിലിരിക്കുന്ന നിനക്കെന്തറിയാം? லாஸ்டா கேக்குறேன், நீங்க ஆட போறீங்களா இல்லையா? ഞാൻ ഡ്രോപ്പ്. ഞാനും ഡ്രോപ്പ്. பயந்து போயிட்டீங்களா? எந்த சக்கரை இதான் கேஸோட லட்சணமா? உங்கள் 2 பேரும் முதல் ஆட்டத்திலேயே தோத்து போயிட்டாங்க. இப்போ என்னோட கார்ட்ஸ். இப்போ என்னுடைய கார்ட்ஸ். ഡ്രോപ്പ് ചെയ്യാതെ കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചനെ. അവനേക്കാൾ നല്ല കാർഡുകൾ നിങ്ങളുടേതായിരുന്നു. എന്റെ ചക്കരക്കുട്ടി, உன் கேஸ்னோல இந்த 2 பேரை விட்டா வேற ஆம்பளைங்களே இல்லையா? என்கிட்ட நீ முன்கூட்டியே பறஞ்சிருந்தா உன் கேஸ்னோக்கு நல்ல புத்திசாலி ஆளுங்களை പറഞ്ഞയക്കൂലേ? இப்படி ദണ്ഡസോറ ഇരുന്നിരിക്ക മാട്ടാங்களே. ഇന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും പറ്റില്ലെന്ന് തോന്നുന്നു. ആന്റണി, ഇങ്ങോട്ട് നോക്ക്. ഇതുവരെ നീ 40,000 ജയിച്ചു. പക്ഷേ ഈ കളി ഇതോടെ തീർന്നിട്ടില്ല. லெட்ஸ் ப்ளே. ஷூர். ரோலக்ஸ் என்ன உங்களை மாதிரி வெட்டு வைத்து கொடுத்தா ஆடணுமான்னு? ஒருவேளை நான் ஆடணும்னா கடைசி ஒரு சான்ஸ் தரேன். அப்புறம் இந்த முறை ரோலக்ஸ் காடை கூட பார்க்க மாட்டான். கண்ணை மூடிட்டே கண்ணாமூச்சி ஆடுவேன். அப்புறம் உங்க எல்லாரையும் கோட்டை சோட்டை கழட்டி கோமணத்தோட நான் ஓட விடுவேன். ஓகேவா? കളിക്കാം, ഞങ്ങൾക്കൊക്കെ. அப்போ ஆடலாம். ஒண்ணு பண்ணலாம். உங்க 2 பேருக்கு நான் ஒரு ஆஃபர் தரேன். நீங்க எவ்வளவு வைக்கிறீங்களோ அவ்வளவு நானும் வைக்கிறேன். அப்புறம் உங்க 2 பேர்கிட்ட யார்கிட்டயாவது என்னை விட நல்ல கார்டு இருந்தா, இல்ல எனக்கு ஈக்குவலா கார்டு இருந்தாலும் நான் தோத்துடுவேன். ஆனா ஒருவேளை நான் ஜெயிச்சுட்டா அப்ப இந்த கேசினோ க்ளோஸ் ஆயிடும். அவங்கள டிசைட் பண்ணிட்டு கார்டை பார்க்க சொல்லுங்க. നന്നായി ആലോചിച്ചിട്ടാണോ ആന്റണി? 100% പക്കാ. എന്നാ ഓക്കെ, ഞാൻ എല്ലാം ബെറ്റ് ചെയ്യും. 1 minute. என்ற சக்கரே, உங்க கேஸ்னோல மொத்தம் எவ்வளவு பணம் இருக்கும்? ഏകദേശം 5 കോടി. அப்போ உங்க 2 பேருக்கு இன்னொரு ஆஃபர் என்கிட்ட இருக்கு. நீங்க 2 பேரும் உங்க கார்டை பார்த்துக்கலாம். அப்புறம் நீங்க 2 பேரும் உங்க வசதிக்கு தகுந்தபடி கார்டையும் மாத்திக்கலாம். ஆனா உங்க 2 பேர்ல ஆட போறது ஒருத்தர் மட்டும்தான். நீங்க டிசைட் பண்ணுங்க, யாரு ஆட போறீங்க? ഏയ്, ഇങ്ങോട്ട് നോക്ക്. എൻ്റെ കയ്യിൽ 2 കിങ്ങുണ്ട്, നിന്റെ കയ്യിൽ 1. അതെനിക്ക് തന്ന 3 കിങ്ങാവും. നമുക്ക് അവനെ എളുപ്പത്തിൽ തോൽപ്പിക്കാം. നീ നല്ലോണം ആലോചിച്ചിട്ടാണോ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ആന്റണി, ഞാൻ പുറത്തായി. പക്ഷെ നീ ഞങ്ങളെ ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആന്റണി, ഇനി നീ തോൽവിയുടെ രുചി അറിയും. എന്റെ കയ്യിൽ 3 കിങ്സ് ഉണ്ട് ആന്റണി. ഓ, എയ്സ് കാർഡ് ഒളിപ്പിച്ചാണ് അവൻ ജയിക്കാൻ നോക്കുന്നത്. ഞാൻ വിചാരിച്ചത് ശരിയായിരുന്നു. അവനൊരു നല്ല ചീറ്ററാണ്. ஃபுல் கேஷ் வைக்க டிசைட் பண்ணிட்டீங்களா என்ன? ഈ തവണ ഞങ്ങളെ ചതിക്കാനാവില്ല ആന്റണി.
കഴിഞ്ഞ തവണ നീ ഞങ്ങളെ ചതിച്ചു, പക്ഷെ എല്ലായ്പ്പോഴും ഞങ്ങൾ അതിൽ വീഴില്ല. ഓക്കെ, ആസ് യു വിഷ്. ഇപ്പൊ പാര്, മുഴുവൻ പണവും അവൻ ജയിച്ചു. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. ഛേ, Hey, how dare you? ഞാൻ ചീറ്റ് பண்ணானா? നിനക്കറിയോ ഞാൻ ചീറ്റ് ചെയ്തത്? Can you prove it? Prove பண்ண முடியுமா உன்னால? நீ மட்டும் அது prove பண்ணல, உன் கையில 3 விரல் இருக்காது. That's a rule of the game. Do you know that? சக்கரே, happy closing day. அழுக வருதா? I can understand, baby. யாருக்கா இருந்தாலும் அழுக வரதானே செய்யும். உன்னால என்ன பண்ண முடியும்? ஏன்னா இப்போ கேசினோல யாருக்கிட்டையும் ஒரு பைசா கூட கிடையாது. என் கூட விளையாட என்கிட்ட அது இருக்கா? Anybody have? இல்லையே. இப்போ சக்கரே, எனக்கு ஒரு ஐடியா இருக்கு. பேசாம ஒண்ணு பணைய வச்சா, ஒருவேளை நீ ஜெயிச்சா என்னோட பணம் அத்தனையும் உனக்கு. அதுக்கப்புறம் கேசினோல நான் என் காலை கூட வைக்க மாட்டேன். ஒருவேளை நீ தோத்துட்டா 3 வருஷத்துக்கு மாமனுக்கு மசாஜ் பண்ணிக்கிட்டு மீன் குழம்பு வச்சு கொடுத்துட்டு டீல் ஓகே? ആന്റണി, നീ ലിമിറ്റ് കിടക്ക. ஏய், நீ எல்லாம் தோத்து போன பொண்ணு. நீ எல்லாம் முன்னாடி பேசுறதே தப்பு. மூடிட்டு போட. எவன் ஜெயிக்கிறானோ அவனுக்கு தான் எல்லாமே சொந்தம். அது மண்ணா இருந்தாலும் பொண்ணா இருந்தாலும். இனிமே நீ கொஞ்சம் அடக்கி வாசி. ஓகே? ஏய், பேக் பண்ண எல்லாத்தையும் வண்டியில் ஏத்து. ഒരു മിനിറ്റ്. യഥാർത്ഥ കളി ഇനി തുടങ്ങാനിരിക്കുക. എന്താ ചക്കരേ? ഇവ ഓവാങ്ങളാ? உன் மேடம் தோத்துக்கிட்டே இருக்கிறத பார்த்து ரத்தம் கொதிக்குதா அப்படியே? എന്റെ കണ്ണുകൾ കണ്ടിട്ട് അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? உனக்கு உயிர் மேல பயம் இல்லையா? മരണമൊക്കെ എനിക്ക് പുല്ല. என்னடா பேசுற? ഈ 15,000 ജയിക്കാതെ ഈ കസിനോ നിനക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. என்னடா அது, உங்க அப்பா விட்டு காசு அது? ഇതും ഞങ്ങളുടെ കസിനോയുടെ ക്യാഷ് തന്നെയാ ഞാൻ എടുത്തു വെച്ചത്. அப்படின்னா இது உன்னோட பேட் லக். இந்த ஆட்டத்துக்கு மினிமம் 20,000 தேவை. பேலன்ஸுக்கு நீ என்ன பிச்சை எடுக்க போறியாடா? എനിക്ക് ഈ കളി കളിക്കാൻ പറ്റും. ഹൗ മാൻ, ഹൗ? என்னடா அவன்? എന്റെ ഈ കൈ ഞാൻ ബെറ്റ് ചെയ്യുന്നു. ഓ, കൈ മൊത്തത്തെയും പണയം വെച്ചിട്ടിയാ? പീറ്റർ, നിനക്ക് ഭ്രാന്തായോ? ഇല്ല മാഡം, എനിക്ക് ഒരു പ്രശ്നവുമില്ല. நான் நல்லா தான் இருக்கேன். நீ பொதுவா எல்லாரும் விரல தான் பணைய வைப்பாங்க. இவர் மொத்த கையும் அப்படியே பணைய வச்சுட்டாரா? ஏய், உன் கை வச்சு என்னடா பண்றது? கைமா பரோட்டாவா போடுறது? எனக்கு ஏற்கனவே 2 கை இருக்கா, ஒன்னு ரைட்டு ஒன்னு லெஃப்ட். எனக்கு உபயோகப்படுற மாதிரி ஏதாவது ஒன்னு சொல்லு. பேசாம உயிரை பணைய வைக்கிறியா? சொல்லு 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 சொல்லு.
ഓക്കെ, ഞാൻ എൻ്റെ ജീവൻ ബെറ്റ് ചെയ്യും. പീറ്റർ, ഇത് കളിക്കാനുള്ള സമയമല്ല. ഇവിടുന്ന് പോയിപ്പോ. ഇതാണ് കളിക്കാനുള്ള സമയം. ഇനി പീറ്റേഴ്സ് ഗെയിം ബിഗിൻസ്. ഓ, തന്നന്നാരി താനെന്ന തന്നന്നാരി താനെന്ന തന്നന്നാരി താനെന്ന തന്നാന തന്നാന ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂ. கஷ்டமா இருக்குல்ல? ஐ கேன் அண்டர்ஸ்டாண்ட். இப்போ ஒன்றும் கெட்டு போகல. என் பழைய ஆஃபர் இப்போ வேலிட் தான். 3 வருஷம் முழுசா என் கீப் குவாய்ட்டா வாழணும். என்ன ஆஷா? என் ஆசைக்கு நீ ரெடியா? ഏയ് പീറ്റർ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം മുതൽ നീ ആന്റണിയെ സഹായിക്കായിരുന്നു അല്ലേ? നടാഷ മാമിനെ അടിമയാക്കാനാണോ നിന്റെ പ്ലാൻ? ഇവനല്ല കസീനോയിൽ നിന്നെ സ്പൈ ആയി ചിത്രീകരിച്ചത്. നിങ്ങളുടെ എല്ലാം ഈ സംസാരം നിർത്തിയ ഗെയിം തുടങ്ങാം. ഞാൻ എൻ്റെ ജീവൻ റിസ്ക് ചെയ്യാം. இன்ட்ரெஸ்டிங்காக தான் இருக்கு. நானும் எக்ஸ்ட்ரா 1 வருஷம் வச்சுக்கிறேன். ஐ மீன் அடிமையா வச்சுக்கிறேன்னு சொன்னேன். ஓகே, லெட்ஸ் ஸ்டார்ட். நியூ கேம், நியூ கார்ட்ஸ். ப்ளே. யா. മാഡം, ഇവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാ. അവരുടെ ട്രാപ്പിൽ വീഴരുത് പ്ലീസ്. ஆல்ரெடி வலைய விரிச்சாச்சு. அதுல அவளும் விழுந்தாச்சு. கேம் முடிய போகுது. என் கை. മാഡം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം ഒരു കുഞ്ഞു പോലും മാമിനെ തൊടില്ല. മാനേജർ, പുതിയ കാർഡ് കൊണ്ടുവരൂ. പീറ്റർ കളിക്കും. உன் தைரியம் எனக்கு பிடிச்சிருக்கு. പക്ഷേ ഈ കഥയുടെ ക്ലൈമാക്സ് ഞാൻ എഴുതും. ലെറ്റ്സ് എൻഡ് ദിസ് ഗെയിം. കസിനോയ്ക്കൊപ്പം നടാഷ മാഡത്തിന്റെ ജീവിതവും അവൻ നശിപ്പിക്കും. മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ചെക്ക് ഇറ്റ്. ശ്രദ്ധിച്ചു കളിക്കേ. ஆட்டத்தை நல்லா கவனி. என் தலையெழுத்து. எல்போர்டு கூடலாம் ஆட வேண்டியதா இருக்கு. ഞാൻ കാർഡുകൾ വെച്ചു. ഇനി കാർഡ് തുറക്ക്. ഏയ്, നിനക്ക് ഭ്രാന്താണോ? കാർഡ് പോലും നോക്കാതെ കളിക്കാണോ? സ്വാഗ് കാണിക്കാണോ നീ? അത് തുറന്നു പോലും നോക്കാതെ കളിക്കുന്നു. ഞാൻ കാർഡ് നോക്കി കളിക്കാറില്ല. എന്റെ വിധിയോടാണ് ഞാൻ இந்த കളിക്കുന്നത്. ரோலக்ஸ் கூட ஆடினா விதி கூட வீதிக்கு வந்து. ചക്കരേ, ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, നീ വെപ്പാട്ടിയാക തടக்கிறதுக்காக இவன் வேணும்ட்டு இவன் உயிரை பணைய வச்சிருக்கான்னு நினைக்கிறேன். ஏன்னா oh man, you lost it. ഓ മാൻ, നീ പോയി. ഇത്ര മോശമായി ആരും കളിക്കില്ല. ഇത് ഞാനായിരുന്നെങ്കിൽ കളി ജയിച്ചനെ. ഏയ്, നീ കാരണം നടാഷ മാഡത്തിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ஆனா நான் இந்த சந்தர்ப்பத்தை விடுறதா இல்லை. சக்கரே, நான் கெட்டவன் கிடையாது. மகா கேடு கெட்டவன். இப்போ 3 வருஷத்துக்கு நீ எனக்கு சந்தோஷத்தை கொடுக்க போறியா, இல்ல அவனை குத்து எனக்கு கத்தியா கொடுக்க போறியா? கமான். மௌனம் சம்மதம். ഓക്കേ, ഞാൻ എന്റെ കൈ കൊണ്ട് ഇന്നവനെ കൊല്ലും. നടാഷ മാഡം, അവനെ വിശ്വസിക്കരുത്. ഇവർ രണ്ടുപേരും ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. അവര് നിങ്ങളെയാ ടാർഗറ്റ് ചെയ്യുന്നത്. അധികം കളിക്കണ്ട ആന്റണി. ഗെയിം ഇതുവരെ തീർന്നിട്ടില്ല. ഇയാൾക്ക് എന്താ പ്രാന്താ? നീ തോത്തിട്ട് the game is over.
ഗെയിം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചൂതാട്ടത്തിന്റെ നിയമപ്രകാരം ചീറ്ററിന് ജയിക്കാൻ പറ്റില്ല. പിന്നെ നീ എങ്ങനെ വിന്നറാവും? Hey, who's the cheater? Who's the cheater? என்ன பார்த்து நீ cheater சொல்ற நீ? எப்படி சொல்ல என்ன பார்த்து நீ cheater ன்னு? உங்கட proof இருக்கா? உங்கட proof இருக்கா? You have to prove it. I'm not a cheater, man. ഞാൻ തെളിയിക്കും. ഏയ് നിർത്ത്. ഏയ് അവനെ ചെക്ക് ചെയ്യാൻ വിട്. ബ്രോ നീ പോയി ചെക്ക് ചെയ്. ആരാ തടയുന്നതെന്ന് നമുക്ക് കാണാം. ഏയ് ബോഡി ഗാർഡ് മാറി നിൽക്ക്. ബ്രോ നീ ചെക്ക് ചെയ്. பண்ணட்டும். சர்ச் பண்ணட்டும். பொறுமையா சர்ச் பண்ணட்டும். ബ്ലഡി ചീറ്റർ. ആദ്യം മുതലേ അവനെ കുറിച്ച് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രോയാണത് തെളിയിച്ചത്. ബ്ലൈൻഡ് ഗെയിം കളിച്ച് അവനെ ട്രാപ്പ് ചെയ്തു. ബ്ലഡി ചീറ്റർ. யாரா நீ? എന്റെ പേരറിയാലോ, പീറ്റർ. ഞാൻ ലക്ഷ്യം വെച്ചാ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. Hey, ஒரு தடவை ஜெயிச்சதுக்கு பெரிய கேம்பிளர் மாதிரி பேசுற. എന്നാ വേറൊരു ഗെയിം കൂടി കളിക്കാം. நீ டில்லான ஆளுதான். இது வரைக்கும் யாருமே கண்டுபிடிக்காதத நீ கண்டுபிடிச்சிருக்க. I'm impressed. You got me, man. என் தோல்வி நான் ஏத்துக்கிறேன். ஆனா next time விட மாட்டேன். This is not the end, just the beginning.